നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. പക്ഷേ നമുക്കറിയാം, ലീഗുകളൊക്കെ മികച്ച രൂപത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ആര് നേടും ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് എന്നുള്ളത് എല്ലാവരും നോക്കുകയാണല്ലോ. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിലെ ടോപ്പ് സ്കോറേഴ്സ് നിലവിൽ ആരൊക്കെയാണെന്ന് നോക്കാം. ടോപ്പ് 5 ലീഗിൽ ആദ്യം നമ്മൾ എടുക്കുന്നത് പ്രീമിയർ ലീഗാണ്. പ്രീമിയർ ലീഗിൽ ഗോളടിയിൽ ഒന്നാമത് എർലിംഗ് ഹാലൻഡാണ്. അത് വലിയ വ്യത്യാസത്തിലാണ് അദ്ദേഹം ഒന്നാമത് നിൽക്കുന്നത്. സിറ്റിയുടെ സൂപ്പർ താരം 14 ഗോളുകൾ ഈ സീസണിൽ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ അടിച്ചു കഴിഞ്ഞു. രണ്ടാമത് ഇഗോർ തിയാഗോയാണ്. ബ്രെൻഫോർഡിൻ്റെ ഇഗോർ തിയാഗോ 8 ഗോളുകളുമായിട്ട് നിൽക്കുന്നു. പിന്നെ 6 ഗോളുകളുമായിട്ട് 2-3 താരങ്ങളുണ്ട്. ബേൺമൗത്തിൻ്റെ അൻഡോയിൻ സെമന്യോ, അദ്ദേഹം 6 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രൈറ്റൻ്റെ ഡാനി വെൽബക്കിന് 6 ഗോളുകളുണ്ട്. പിന്നെ ജീൻ ഫിലിപ്പെ മാറ്റേറ്റ, ക്രിസ്റ്റൽ പാലസിൻ്റെ താരം, അദ്ദേഹത്തിനും 6 ഗോളുകളുണ്ട്. തൊട്ടുപുറകിലുള്ളത് ബ്രയാൻ എംബ്യൂമോയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബ്രയാൻ എംബ്യൂമോ 5 ഗോളുകളുമായിട്ട് നിൽക്കുന്നു. ഇതാണ് പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റ്. ഇനി 14 ഗോളുകൾ അവിടെ എർലിംഗ് ഹാലൻഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ ബൂട്ടിൽ അദ്ദേഹത്തോട് പോരാടി നിൽക്കുന്ന 2 താരങ്ങളുണ്ട്. ഒരാൾ ലലീഗയിലാണ്. ആര്? കിലിയൻ എംബാപ്പെ. 13 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ലാലീഗയിൽ അദ്ദേഹമാണ് 1-ാം സ്ഥാനത്ത്. തൊട്ടുപുറകിലുള്ളത് ഹുലിൻ ആൽവരസും റോബർട്ട് ലെവൻഡോസ്കിയുമാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അർജന്റീൻ സൂപ്പർ താരം ഹുലിൻ ആൽവരസിന് 7 ഗോളുകൾ. ബാഴ്സലോണയുടെ പോളിഷ് സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കിക്കും 7 ഗോളുകൾ. 6 ഗോളുകളുമായിട്ട് 2 പേരുണ്ട്. ലെവാൻഡയുടെ എറ്റ എയോങ് 6 ഗോളുകളായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ പിന്നെ മയോർക്കയുടെ മുറീക്കിക്ക് 6 ഗോളുകളുണ്ട്. വിനി ജൂനിയർക്കും ബോർഗ ഹിഗ്ലേസിയസിനും കൂച്ചോ ഹെർണാണ്ടസിനും മൈക്കൽ ഒയർസബാലിനും ഫെറാൻ ടോറസിനുമൊക്കെ 5 വീതം ഗോളുകളാണുള്ളത്. പിന്നെ ബൂണ്ടസ് ലീഗയിലും ഒരാളുണ്ട് ഹാലൻഡിന് വലിയ ഭീഷണിയായിട്ട്. ആര്? ഹാരി കെയ്ന് 13 ഗോളുകളാണ്. അപ്പോൾ അതാണ് ഈ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൻ്റെ ഒരു ആവേശം. 14 ഗോളുകളുമായിട്ട് ഒന്നാമത് എർലിംഗ് ഹാലൻഡ് ഉണ്ടെങ്കിൽ 13 ഗോളുകളുമായിട്ട് തൊട്ടുപുറകിൽ കിലിയൻ എംബാപ്പയും അതുപോലെ ഹാരി കെയ്നുമുണ്ട്. ബൂണ്ടസ് ലീഗിൽ ഹാരി കെയ്ൻ 13 ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ സഹതാരം ലൂയിസ് ഡയസ് 6 ഗോളുകളുമായിട്ട് തൊട്ടുപുറകിലുണ്ട്. 6 ഗോളുകളുള്ള വേറെയും താരങ്ങളുണ്ട്. ബൊറൂസിയ മോൺഷൻ ഗ്ലാഡ്ബാക്കിൻ്റെ ടബാക്കോവിച്ചിന് 6 ഗോളുകളുണ്ട്. ഹാരിസ് ടബാക്കോവിച്ച് 6 ഗോളുകളാണ്. അതുപോലെ തന്നെ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൻ്റെ ജൊനാഥൻ ബുർക്കാട്ടിന് 6 ഗോളുകളുണ്ട്. അപ്പം അവിടെ നല്ല പോരാട്ടം നടക്കുന്നു. ബട്ട് ഹാരി കെയ്ൻ വലിയ രൂപത്തിൽ ലീഡെടുത്ത് മുന്നിൽ നിൽക്കുകയാണ്. സീരിയയിൽ പക്ഷേ ഇങ്ങനെ 10, 11, 13, 14 ഗോളൊന്നും ആർക്കുമില്ല. 5 ഗോളുകളുമായിട്ട് ഹക്കാൻ ചലനോളു, ഇൻ്റർ മിലാൻ്റെ ഹക്കാൻ ചലനോളുവും ബൊളോഞ്ഞയുടെ റിക്കാർഡോ ഓർസലോനിയുമാണ് 5 ഗോളുകൾ വീതം എടുത്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ 4 ഗോളുകളുള്ള കുറേ താരങ്ങളുണ്ട്. അതിൽ അർജന്റീൻ സൂപ്പർ താരങ്ങൾ നിക്കോ പാസും ലൗറ്ററോ മാർട്ടീനസും ഒക്കെയുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി ഫ്രഞ്ച് ലീഗ് 1 നോക്കിയാലോ. ഫ്രഞ്ച് ലീഗ് 1 1-ാം സ്ഥാനത്ത് അർജന്റീൻ താരമാണ്. സ്ട്രാസ്ബർഗിനായിട്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന അർജന്റീൻ താരം. ഇപ്പോൾ അർജന്റീൻ ദേശീയ ടീമിലേക്ക് വിളി വന്നിട്ടുള്ള കളിക്കാരൻ ജോക്കിൻ പനിഷലി 9 ഗോളുകളുമായിട്ട് അദ്ദേഹം നിൽക്കുന്നു. ഒപ്പം തന്നെ റന്നസിൻ്റെ താരമുണ്ട് എസ്റ്റാബൻ ലെപ്പോള്. അദ്ദേഹത്തിന് 7 ഗോളുകളാണുള്ളത്. 8 ഗോളുകളുമായിട്ട് മാഴ്സയുടെ മെയ്സൺ ഗ്രീൻവുഡുമുണ്ട്. ഇതാണ് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിലെ ടോപ്പ് സ്കോറർമാർ. പക്ഷേ സംഗതി വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള പോരാട്ടം അവർ 3 പേരും തമ്മിലാണ്. എർലിംഗ് ഹാലൻഡിന് ചെറിയൊരു എഡ്ജുണ്ട്. ഒപ്പം തന്നെയുണ്ട് ഹാരി കെയ്നും കിലിയൻ എംബാപ്പയും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.